നമ്മുടെ ഹോസെ ചേട്ടൻ വളരെ രുചികരമായ സ്പാനിഷ് ചിക്കൻ പയയ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനായി ആദ്യം ചിക്കൻ നന്നായി വെട്ടി കഴുകി ഒലിവ് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യുകയാണ്. പയയ ചിക്കൻ വെച്ചും സീ ഫിഷ് വെച്ചും മിക്സഡ് ആയിട്ടുമൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെ സ്പാനിഷുകാർക്ക് ഒരുപാട് പ്രിയപ്പെട്ട സ്വാദിഷ്ടമായ വിഭവമാണ് പയയ. പക്ഷെ ബിരിയാണിയും പയയും ഒന്നല്ല കേട്ടോ. ഇത് തമ്മിൽ ടേസ്റ്റിലും പ്രിപ്പറേഷനിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഹോസെ ചേട്ടൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തുണ്ടാക്കിയ അവനാണ് ഈ കാണുന്നത്. നമ്മുടെ തന്തൂരി അവൻ പോലെ. ഇതിലായിരുന്നു പിസയും ബ്രെഡും ഇറച്ചിയും മീനും ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇത് ചെറുതൊന്നുമല്ല കേട്ടോ, അതിവിശാലമാണ്. ഹോസെ ചേട്ടൻ പുള്ളിയുടെ അവനെക്കുറിച്ചുള്ള വിവരണത്തിലാണ്. നല്ല രസമുണ്ട് പറയുന്നത് കേൾക്കാൻ. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ, ഇംഗ്ലീഷും സ്പാനിഷും മിക്സ് ചെയ്ത ചേട്ടൻ്റെ വിവരണം. ഫിഷ് ഓക്കെ. മീറ്റും ഫിഷും ഒക്കെ അതിനകത്തിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമെന്നാ പറയുന്നത്. ഓക്കെ. ഇനി പയയിലേക്ക് ഒരു 5 മിനിറ്റ് ചിക്കൻ എണ്ണയിൽ വറുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും വെജിറ്റബിളും കൂടി ഇട്ടു. വെജിറ്റബിള് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ, പക്ഷെ കുറച്ചേ ഇടാവൂ. കൂടി പോയാൽ പയയുടെ ടേസ്റ്റ് മാറിപ്പോകുന്നതാണ്. ഇനി ഇഞ്ചി ഇട്ടേക്കരുതേ. നമ്മൾ മലയാളികൾ എല്ലാത്തിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാൻ നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. നമ്മുടെ ഹോസിത്തയുടെ വൈഫാണ് ഗ്രേസി ചേച്ചി. ഹായ് ചേച്ചി. ചേച്ചി ഒരു ഹായ് പറഞ്ഞേ. ചേച്ചി ഇതിലേക്ക് കുറച്ച് ഫ്രോസൺ പീസും കൂടെ ഇട്ടു. ഇനി ഒരു 10 മിനിറ്റ് ചിക്കനും ഈ കൂട്ടും ഒക്കെ വേവാൻ സമയമെടുക്കും. അതുവരെ നമുക്കിവിടെ ഫലസമൃദ്ധമായ ഗാർഡൻ കാണാം. ഈ കാണുന്നത് സബർജിലി മരമാണ്. പിന്നെ ഇത് ഗോൾഡൻ ആപ്പിളാണ്. ഇത് നമ്മുടെ അത്തിപ്പഴമാണ്. പൊതുവെ ഇവിടെ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് അത്തിപ്പഴം. ഭയങ്കര വിലയാണ് കേട്ടോ ഇവിടെ അത്തിപ്പഴത്തിന്. പക്ഷേ ഇവിടെ ഞാൻ കഴിച്ചതിൻ്റെ ആ ടേസ്റ്റ് ഇല്ല ഒരിടത്തും. കാരണം ഇത് വളരെ ചെറുതാണ്. പുറത്ത് നമ്മൾ പലപ്പോഴും കടയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് കുറച്ച് വലുത് നമുക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇത്രയും പഠിച്ചിട്ടുണ്ട്. ഇത്രയും കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. എൻ്റെ സ്കിന്ന് കളയണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തീരെ നമുക്കൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് സ്കിന്നോടെ ഞാൻ കഴിക്കാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ നിറയെ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമേ സ്കിന്ന് കഴുകാനൊക്കെ മടിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ചേട്ടാ ഇതിലേക്ക് കുറേ ടൊമാറ്റോസ് കട്ട് ചെയ്തിടുവാണ്. ടൊമാറ്റോ കണ്ടപ്പോൾ ടൊമാറ്റോ ഫെസ്റ്റിവലാണ് ഓർമ്മ വന്നത്. വീഡിയോ കണ്ട എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞാൽ മതിയാവില്ല. സിനിമയിൽ സ്പെയിനിലെ ടൊമാറ്റോ ഫെസ്റ്റിവലിനെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കേമമായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ലിങ്ക് ഇട്ടേക്കാം, കാണാത്തവർ കാണണേ. എന്തായാലും കാഴ്ച വെറുതെ ആവില്ല കേട്ടോ. അടുത്തതായി ചേച്ചി ഇതിലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുവാണ്. 1 കപ്പ് അരിക്ക് 2.25 കപ്പ് ചിക്കൻ സ്റ്റോക്ക് എന്നാണ് കണക്ക്. പയയ്ക്ക് കളറിനായിട്ട് കുറച്ച് സഫ്രോൺ, കുങ്കുമപ്പൂവ് കൂടെ വിതറി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിനെ നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചതിന് ശേഷം സ്റ്റോക്ക് നന്നായി വെട്ടിത്തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. ഒരിക്കലും ബസ്മതി പോലുള്ള നീണ്ട അരി പയയ്ക്ക് ഉപയോഗിക്കരുത്. നല്ല ഉരുണ്ട അരി. ഇവിടെ ഇതിനെ ബൊംബ റൈസ് എന്നും അല്ലെങ്കിൽ പയ റൈസ് എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മുടെ ഹോസെ ചേട്ടൻ കവറിൽ നിന്ന് പാത്രത്തിലേക്ക് അരി ഇടുന്നത് കണ്ട് അയ്യേ എന്ന് പറയണ്ട കേട്ടോ. ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കവറിൽ വരുന്നത്. എന്നാലും ഇത് ചേച്ചിയാണ് ഇട്ടിരുന്നതെങ്കിൽ തീർച്ചയായും കഴുകി തന്നെ ഇടുമായിരുന്നു. നമ്മളാരാ മലയാളികളല്ലേ. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 20 മിനിറ്റ് കൃത്യമായിട്ട് നല്ല തീയിൽ വേവിക്കണം. പിന്നീട് ഇളക്കാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അരിയിൽ സ്റ്റോക്ക് നന്നായിട്ട് അബ്സോർബ് ആകണം. ചേട്ടായി ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കി എല്ലാം കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തി. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ പഴയ റെഡിയായി. ഓരോരുത്തരും അവരവരുടെ ആവശ്യാനുസരണം പാത്രത്തിലേക്ക് സെർവ് ചെയ്തോളൂ. ചിക്കൻ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ തോട്ടത്തിലേക്ക് പോകാമെന്നേ. നമുക്ക് കഴിക്കാൻ പഴവർഗ്ഗങ്ങൾ ധാരാളം ഉണ്ട് ഇവിടെ. അതിഥികൾ ആരായാലും അവരെ മനസ്സ് നിറച്ച് വയറ് നിറച്ച് പറഞ്ഞയക്കുന്ന നല്ല ആതിഥേയരാണ് നമ്മുടെ ഹോസെ ചേട്ടനും ഗ്രേസി ചേച്ചിയും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.